എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം പി ദിവ്യയുടെ വാദങ്ങൾ ശരിവെക്കുന്നതെന്ന് പി ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ കണ്ണൂർ കോടതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എ.ഡി.എം. കൈക്കൂലി വാങ്ങിയതായി കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴി നിർണായകമാണെന്നും ഇതുപോലെ എ.ഡി.എം. കൈക്കൂലി വാങ്ങിയെന്നതിലേക്ക് നയിക്കുന്ന നിരവധി തെളിവുകളുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ദിവ്യക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിശ്വൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റുപറ്റിയതായി എ.ഡി.എം. നവീൻ ബാബു പറഞ്ഞതായും കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എ.ഡി.എം. പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് ആണ് നടക്കേണ്ടത്. സ്വാഭാവികമായും പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇരയാരാണ്, വേട്ടക്കാരാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട്. യഥാർത്ഥത്തിൽ പി ദിവ്യ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പമുണ്ട്. ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഉന്നയിച്ചത് പി ദിവ്യ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ്. പി ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം എ.ഡി.എം. കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയാടപ്പെടുകയാണ് പി ദിവ്യയുടെ അനുഭവം എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത് പൊതുസമൂഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അഴിമതിക്കെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പത്രധർമ്മത്തിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള ഒരു കുരിശുയുദ്ധമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്, പത്രക്കാരുടെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ചാനലുകാരുടെ ശ്രമങ്ങളെല്ലാം. അതുപോലെ ഒരു പൊതുപ്രവർത്തക അവർക്കുണ്ടായ അനുഭവം ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ജയിലടക്കപ്പെട്ട ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുറ്റപത്രം വിശദമായി പരിശോധിക്കുന്ന ആർക്കും തന്നെ വ്യക്തമാകുന്നത് ഇത് കേവലം വ്യക്തി താല്പര്യവും അതുപോലെ രാഷ്ട്രീയ താല്പര്യവും സമഞ്ജേർത്തുണ്ടാക്കിയ ഒട്ടനവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.